ഹായ് ഓൾ, ഇന്നത്തേതൊരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ ഈ മന്തിക്ക് ഭയങ്കര പ്രത്യേകത ഉള്ളൊരു മന്തിയാണ് എന്നെ സംബന്ധിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് നമ്മൾ മന്തി കഴിക്കുന്നുണ്ട് എങ്കിൽ കൂടി നമുക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു മന്തി കഴിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് മറ്റൊരു മന്തിയിലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായും എന്നാൽ ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് കുറച്ചധികം കുരുമുളകും 2 ടീസ്പൂണോളം ചെറുജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ട് വേണ്ട മറ്റ് സാധനങ്ങളാണ് ഒരു ക്യാപ്സിക്കം, പിന്നെ 2-3 വെള്ളുള്ളി, അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും, അതുകൂടാതെ ഒരു ചെറിയൊരു പീസ് സവാള ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുരുമുളക് ചെറുജീരകം കൂടി പൊടിച്ചിട്ടുള്ള ഒരു പൊടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം മന്തി മസാലയും ആഡ് ആക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കളർ ആഡ് ചെയ്യൽ ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ആക്കിയിട്ട് കുറച്ച് നാരങ്ങാനീര് കൂടി ഇറ്റിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഇതാക്കി കൊടുക്കാം. കാരണം അതിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ ഇതിലോട്ട് ആഡ് ആക്കിയിട്ട് നന്നായി ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മോർണിംഗ് ആയപ്പോൾ ചിക്കൻ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിൽ 1 മണിക്കൂർ മുന്നേ തന്നെ, അതായത് കുക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ നമുക്കിതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഓരോ പീസാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് മന്തിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പീസായിട്ടാണ് ചിക്കൻ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ അത്ര വലിയ പീസല്ല, ഒരു മീഡിയം സൈസുള്ള പീസുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു വലുപ്പത്തിൽ പീസ് എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല ഒക്കെ നന്നായി ഉള്ളിലോട്ട് പിടിച്ച് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ലെവലിൽ പീസസ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ലാസ്റ്റ് വരുന്ന ഒരു മസാല ഉണ്ട്, അതായത് നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല, അത് നമ്മളൊന്ന് ഈ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഈ മന്തിയിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. നമ്മളതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അരി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കതിലോട്ട് റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഗ്രാമ്പൂ, ഏലയ്ക്ക, കുരുമുളക്, പിന്നെ കുറച്ച് പട്ട ഇതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ഡ്രൈഡ് ലെമണും അതുപോലെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ആക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു ഉപ്പ് എന്തോരം ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇതിലുള്ള ഉപ്പ് അനുസരിച്ചായിരിക്കും നമ്മുടെ റൈസിന് നമുക്ക് ഉപ്പ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ആ റൈസ് നമ്മൾ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് റൈസ് പാകത്തിന് വേവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ പാകത്തിന് വേവായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഭയങ്കരമായ വെള്ളത്തിൽ നിന്നുള്ളൊരു ആവി കാണുന്നുണ്ട് വീഡിയോയിൽ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ദമ്മിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ താഴെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു മസാല അത് നമുക്കിതിൻ്റെ അടിവശത്തായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. ഇനി ചിക്കനും ഇതുപോലെ അടിവശത്ത് പരത്തി ഒന്ന് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന് മീതെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കൊരു 4-5 പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം റൈസിലോട്ട്. പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. യെല്ലോയും റെഡുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചെറു ചൂടടുപ്പത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം ഒരു ചെറിയൊരു പാത്രം, ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായി അടച്ച് മൂടി വയ്ക്കാം. ആ ഒരു ആവി പുറത്തോട്ട് ഒട്ടും പോവാത്ത വിധത്തിൽ വേണം നന്നായി അടച്ച് വയ്ക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി തീ കത്താൻ പാടില്ല. ആ ഒരു കണലിൽ മാത്രമായിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മളിത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്മോക്കി സ്മെല്ലൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റൈസിന് നല്ല ഫ്ലവേർഡ് റൈസായി മാറിയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മന്തി. നിങ്ങൾ സാധാരണ മന്തി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു രീതിക്ക് തയ്യാറാക്കി നോക്കൂ. എനിക്ക് ഷുവറാണ് ഈ ഒരു രീതിയിൽ മന്തി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടുമെന്നുള്ളത്. എന്ത് തന്നെയായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.